വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം ഈ നിലയിൽ കേൾക്കുവാനും പഠിക്കുവാനും കർത്താവ് കൃപ തന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഓരോ ദിനങ്ങളും എത്ര വിലപ്പെട്ടതാണ്. നമുക്ക് കർത്താവിനോട് കൂടി ആയിരിക്കുന്ന സമയങ്ങളിൽ കർത്താവിനെ അറിയുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാനും ഒക്കെ കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. ഈ ചെറിയൊരു ആയുസ്സിൽ ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ കൂട്ടായ്മ ലഭിക്കുന്നത് നമുക്ക് എത്രയോ ഭാഗ്യകരമായൊരു അവസരമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേഹീ രക്ഷയെക്കുറിച്ചാണ്. അപ്പം ഇന്ന് ഞാൻ ആ ദേഹീ രക്ഷയുടെ മാർഗം നമ്മൾ അറിയണം. ദേഹീ രക്ഷയുടെ മാർഗം എങ്ങനെയാണെന്ന് കർത്താവ് വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം വായിക്കാം. മത്തായി 7-ാം അധ്യായം 13-14 വാക്യം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എത്ര ഗഹനമായൊരു കാര്യമാണ്. കർത്താവ് പറയുകയാണ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഈ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാരാ? പലരും ധരിച്ചിരിക്കുന്നത് ഇത് പാപികളെക്കുറിച്ചാണെന്നാണ്. ഇത് പാപികളെക്കുറിച്ചല്ല. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരിൽ അനേകർ പോകുന്ന വഴിയെക്കുറിച്ചാണ് അവിടെ കർത്താവ് പറയുന്നത്. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം ശിഷ്യന്മാർക്കുള്ള ഉപദേശമാണ്. അപ്പോൾ ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. അത് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത് ലോകത്തിന് കൊടുക്കുന്ന ഉപദേശമല്ല, ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരിൽ അനേകരും എന്തു ചെയ്യും? പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി അവർ വിശാലമായ വഴിയിലേക്ക് പോകാനിടയാവും. നമ്മൾ നോക്കണേ, ഇന്ന് അനേർക്കും അവർ ആത്മരക്ഷ പ്രാപിച്ചതിൽ സംതൃപ്തരായിട്ട് ഇനിയിപ്പം ഏതായാലും രക്ഷിക്കപ്പെട്ടു, ഇനി ഏതായാലും സ്വർഗത്തിലെത്തും, അതുകൊണ്ട് ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് ഇനി പ്രതിഫലമൊക്കെ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഈ ലോകത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ വലിയ പ്രയാസമൊന്നും കൂടാതെ അങ്ങ് എത്തണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ഒരു വലിയ കൂട്ടം ജനങ്ങളും. അവർക്ക് ഇടുക്ക് വാതിലും ഇടുക്ക് വഴിയും അവർക്ക് താല്പര്യമില്ല. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ പ്രാണന്റെ രക്ഷയുടെ മാർഗം എന്നുള്ളത് ആ വിശാലമായ വഴിയല്ല, അത് ഇടുക്ക് വാതിലും ഇടുക്ക് വഴിയുമാണ്. അങ്ങനെ നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ പ്രാണനെ നഷ്ടപ്പെടുത്തും. നമ്മുടെ പ്രാണന്റെ രക്ഷയെ നമ്മൾ നഷ്ടപ്പെടുത്തും. നിത്യതയിലേക്ക് നമുക്ക് വളരെ വലിയ ഒരു നഷ്ടമുണ്ടാകും. ഇത് കൂടാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഈ പഠിപ്പിക്കലിനെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകക്കാർ നോക്കുമ്പോഴൊക്കെ അവർക്ക് ഈ ഇടുക്ക് വാതിലും വഴിയുമൊക്കെ വളരെ കഷ്ടപ്പാടായിട്ട് തോന്നും. എന്നാൽ ആ വഴിയിലൂടെ പോകുന്ന വിശുദ്ധന്മാരോട് ചോദിച്ചാൽ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവനിൽ വളർന്നുകൊണ്ടിരിക്കുക. അവർക്കതിൽ വളരെ സന്തോഷമാണ്. അതല്ലേ ശരി? നമ്മുടെ ജീവിതത്തിലെ സത്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നമുക്ക് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തളരാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളതിൽ മതിമറന്ന് സന്തോഷിക്കുക. നമുക്ക് അതിൽ, കാരണം നമുക്ക് ദൈവികമായ വാഗ്ദത്തങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. നമുക്ക് പ്രതികൂലങ്ങൾ ഏറുമ്പോഴും കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് സന്തോഷിക്കുക ചെയ്യുന്നേ. എന്നാൽ ബലഹീനരായ വിശ്വാസികളെ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? അവരെ ഈ വഴിയിലേക്ക് എന്ന് പറഞ്ഞാൽ ആത്മരക്ഷ പ്രാപിച്ചയുടെ മുമ്പിൽ വിശാലമായ വഴി കാണിച്ചിട്ട് അവരുടെ ദേഹീരക്ഷ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി, പ്രതിഫലം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പിശാച് എന്ത് ചെയ്തറിയാവോ? ലൗകികമായ, ജഡീകമായ, സാത്താന്യമായ
ഈ വഴിയിലേക്ക് അവരെ ആകർഷിക്കും. അതിലൂടെ ലഭിക്കുന്ന സുഖങ്ങളിലേക്കും അതിലൂടെ ലഭിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന നന്മയിലേക്കും ആകർഷിച്ച് അവരെ നിത്യതയിൽ ലഭിക്കേണ്ട വലിയ പ്രതിഫലങ്ങളിൽ നിന്നും അവരെ വഞ്ചിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളി, അതിൻ്റെ മഹത്വം, നാം ജീവിക്കേണ്ടതായിരിക്കുന്ന ജീവിത പാത, അത് നമുക്ക് കർത്താവ് കാണിച്ചു തരിക്കുന്ന ആ മാതൃക, അതെപ്പോഴും നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. നമുക്ക് ഒരു സുഖം ലഭിക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരാൾ ഒരു ചാക്ക് നിറയെ ഗോതമ്പുമായിട്ട് സൈക്കിളിൽ പോകുമ്പോൾ താൻ വളരെ പ്രയാസപ്പെട്ട അതിൻ്റെ പെൻഡിലെ ചവിട്ടുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വളരെ ലഘുവായി തോന്നി. താൻ വളരെ ആടിപ്പാടി താൻ ഇങ്ങനെ അങ്ങ് പോവുക. ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പം ചാക്ക് കാലി. അതിലൊരു കാക്ക വന്നിരുന്ന് അത് കൊത്തിപ്പറിച്ച് അതിലൊരു വലിയൊരു ദ്വാരം ഉണ്ടാക്കി ഈ ഗോതമ്പെല്ലാം പോയത് ഇദ്ദേഹം അറിഞ്ഞില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇതുപോലെ കാർന്ന് തിന്നുവാൻ പിശാച് ചില തന്ത്രങ്ങൾ ഒരുക്കും. നമുക്ക് വളരെ സുഖമായി തോന്നും, ഇത് വളരെ സുഖമായ യാത്രയായിട്ടൊക്കെ തോന്നും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിൻ്റെ ചതിയിൽ അവർ വഞ്ചിക്കപ്പെടുകയാണ്. അവർക്ക് തോന്നുന്ന സുഖങ്ങളെല്ലാം വളരെ ക്ഷണികമാണ്. പിന്നീട് അവർ വലിയ രീതിയിൽ ദുഃഖിക്കാൻ പോവുകയാണ്. നമുക്ക് ലഭിക്കേണ്ട വലിയ നന്മകളെ അവൻ ചോർത്തിക്കളയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ വഴിയിൽ നിന്നും അകന്നു പോകാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ സദൃശ്യവാക്യം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, സദൃശ്യവാക്യം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാൻ വായിക്കാം. 16-ന്റെ 17. സ്തോത്രം. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നോക്കണമേ, ദോഷമകറ്റി നടക്കണം. ദോഷമകറ്റി നടക്കുന്നതാണ് വിശുദ്ധന്മാർക്ക് പെരുവഴി. വിശുദ്ധന്മാരുടെ പെരുവഴി ദോഷമകറ്റി നടക്കുന്നതാണ്. ഈ ദൈവമക്കളെ, നമുക്കുള്ള വഴി അത് ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. ആ വഴിയെ ഒരിക്കലും ദുഷ്ടന്മാർക്ക് പോകാൻ പറ്റില്ല. അതിനെക്കുറിച്ച് യേശയ്യാ പ്രവചനം 35-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശയ്യാവ് 35-ന്റെ 8. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോട് കൂടെയിരിക്കും. വഴിപോക്ക് ഓഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല. ഓ, എത്ര കറക്റ്റാ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന വഴി, അത് ലോകക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇടുക്കമുള്ള വഴിയാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിശാലമായ വഴി തന്നെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് അതിലൂടെ പോകുമ്പോൾ സ്വർഗീയമായ സന്തോഷവും സ്വർഗീയമായ സമാധാനവും പ്രത്യാശയുമുള്ളവരായിട്ട് അവർ ജീവിക്കുന്നത്. വളരെ ആനന്ദപൂർവമായ, അത് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴിയിൽ എപ്പോഴും ദൈവിക ആലോചന ഉണ്ടാവും. നമ്മൾ യേശയ്യാവ് തന്നെ അതിൻ്റെ 30-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പറയിൽ നിന്ന് കേൾക്കും. അല്ലേ? ശരിയല്ലേ? നമുക്ക് വഴികാട്ടിയായിട്ട് എപ്പോഴും പരിശുദ്ധാത്മാവില്ലേ? അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതല്ലേ യോഹന്നാൻ 16-13 വായിക്കുന്നേ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എത്രയോ പ്രാവശ്യം പറഞ്ഞ വഴികളെ വിട്ട് നമ്മൾ പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. കാരണം എന്താ അറിയോ? നമ്മൾക്ക് നമ്മുടെ പ്രാണനോടുള്ള ആ വലിയ ആഗ്രഹ നിമിത്തം അതിനെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ, അതിനെ ഒന്ന് സുഖിപ്പിക്കുവാൻ നമ്മൾ ജീവൻ്റെ വഴികളെ വിട്ട് എത്രയോ വട്ടം പോയിട്ടുണ്ടാവും. നമ്മൾ ചിന്തിക്കണം, നമുക്ക് തന്നിരിക്കുന്ന പാത നീതിമാൻ്റെ പാത, അത് വിശുദ്ധിയുടെ പാതയാണ്. അതിനെക്കുറിച്ച് യേശയ്യാവിൽ തന്നെ 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, 26-ന്റെ 7 ഞാൻ വായിക്കാം. നീതിമാൻ്റെ വഴി ചൊവ്വുള്ളതാകുന്നു, നീ നീതിമാൻ്റെ പാതയെ ചൊവ്വായി നിർത്തുന്നു. നീതിമാൻ്റെ വഴി ചൊവ്വായ വഴിയാണ്, ചൊവ്വായ പാത. ദൈവം ആ വഴി ഒരുക്കി കൊടുക്കുന്നേ. എത്ര ശ്രേഷ്ഠമാണ്! അനേകയിടങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സങ്കീർത്തനം
77-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ 77-ന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ വഴി എങ്ങനെയുള്ളതാ? വിശുദ്ധ വഴി. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നത് വിശുദ്ധ വഴിയിലൂടെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം പോകുന്നത്, നാം യാത്ര ചെയ്യുന്നത് ആ വിശുദ്ധ വഴിയിലൂടെയാണോ? അതെ, ആ വഴിയുടെ നമുക്ക് കർത്താവ് പറഞ്ഞത് അത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയെന്നാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി. ഈ വഴി നമുക്ക് ഇഷ്ടപ്പെടുമോ? ഈ വഴി നമുക്ക് ഇഷ്ടപ്പെടുമോ? സദൃശ്യവാക്യത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ 2:8 തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ അവൻ സൂക്ഷിക്കുന്നു. ഉണ്ടോ? തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. ദൈവം ആ വഴി സൂക്ഷിക്കുന്നു. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കണ്ടേ. നമുക്ക് ഓരോ ദിവസവും നമ്മളെ തന്നെ നിരസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്ന പാതയാണ് ഈ പാത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരിക്കലും ഈ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ പോകണമെങ്കിൽ അഹങ്കരിച്ച് പോകാൻ പറ്റിയില്ല. നമ്മളെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ ത്യജിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ പാതയിൽ മുന്നേറാൻ കഴിയൂ. എന്നാൽ ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ദൈനംദിന ജീവിതത്തിൽ അവർ കർത്താവുമായിട്ടൊരു ആഴമായ ഒരു ബന്ധമില്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും അവർക്കും കർത്താവുമായിട്ടൊരു ശരിയായ ബന്ധമില്ല. കർത്താവിൻ്റെ കർത്തൃത്വം അവർ അംഗീകരിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ വിശാലമായ വഴിയിലൂടെ പോകുവാൻ ഇടുക്കമുള്ള ആ പാത, ആ വഴി അവർ ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് കർത്താവ് തന്നെ, നമുക്കറിയാം, നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? നോക്കണം, വിളി എന്തുവാ? കർത്താവേ. കർത്താവ് എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നീയാണ് എൻ്റെ സർവാധികാരി എന്നാണ്. അവിടുന്നാണ് എൻ്റെ സർവാധികാരി എന്നാണ്, എൻ്റെ ദൈവമെന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കർത്താവ് എന്നുള്ള വിളി മാത്രമേ ഉള്ളോ, അതോ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ? കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പത്രോസ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കണം. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. അതാണ് പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ ഇടുക്കവും ഞെരുക്കമുള്ള പാതയിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്നുണ്ടോ? നമുക്ക് വരുവാനിരിക്കുന്ന ആ യുഗത്തിൽ, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ വാഴണമെങ്കിൽ ഈ ഇടുക്കവും ഞെരുക്കമുള്ള പാതയിലൂടെയുള്ള യാത്ര ഇന്നായിരിക്കണം. കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞെന്താ? മത്തായി 7-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നോക്കണേ, നമ്മൾ വീണ്ടും ജനിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വർഗരാജ്യത്തിൽ കിടക്കില്ല. പിന്നെ ആരാ കിടക്കുന്നേ? ഇവിടെ രക്ഷ നഷ്ടമാകുന്ന കാര്യമല്ല പറഞ്ഞേ. ഈ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും 2 പ്രയോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ദൈവരാജ്യം അനാദികാലം മുതൽ വരാനിരിക്കുന്ന അനാദി കാലം വരെയുള്ള കാലമാണ്. എന്നാൽ ഈ സ്വർഗരാജ്യം എന്നുള്ളത് 1000 ആണ്ട് വാഴ്ചയെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്നാൽ നമുക്ക് പലയിടങ്ങളിലും ഈ പ്രയോഗത്തെ സ്വർഗരാജ്യം എന്നുള്ള നിലയിലും ദൈവരാജ്യം എന്നുള്ള നിലയിലും മറിച്ചും തിരിച്ചുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നമുക്കത് വേറെ ദിവസം അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല,
എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണോ ജീവിക്കുന്നത്, അതോ നമ്മുടെ ഇഷ്ടമാണോ? നമ്മൾ കർത്താവ് കാണിച്ച ആ വഴിയിലൂടെയാണോ അതോ സ്വന്തം വഴിയിലൂടെയാണോ നമ്മൾ ജീവിക്കുന്നത്? നിശ്ചയമായിട്ടും നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ നേരിടും. ചിലപ്പോൾ നമ്മുടെ പ്രാണനും ശരീരവും കൂടെ ചേർന്ന് നമ്മുടെ ആത്മാവിനെ പോലും ഞെരുക്കിക്കളയുന്ന അനുഭവം ഉണ്ടാവും. ആത്മാവ് ദുഃഖിക്കുന്നു, ആത്മാവിനെ ആൾക്കാർ കെടുത്തിക്കളയുന്നു. ആര്? വീണ്ടും ജനിച്ച ദൈവമക്കൾ. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. പൗലോസ്ലീഹ തൻ്റെ ജീവിത പ്രയാണത്തിൽ പറയുന്നൊരു കാര്യം 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്ര ചെയ്യുന്നു. നോക്കണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു നിഗളമോ അല്ല മറ്റൊരു രീതിയിലുള്ള പിശാചിന് പ്രവർത്തിക്കാനുള്ള അവസരമോ കൊടുക്കാതെ തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നൊരു അനുഭവം. കാരണം താൻ തൻ്റെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് കർത്താവ് കാണിച്ച് അതേ പാതയിൽ ഓടിക്കൊണ്ടിരിക്കുക. ഈ ലോക ജീവിതത്തിൽ തനിക്ക് അനേകം കഷ്ടം വരുത്തുവാനായിട്ട് പ്രവർത്തിച്ചപ്പോഴൊക്കെ പൗലോസ്ലീഹ അവിടെ നിരാശപ്പെട്ടില്ല. നമുക്കത് ഫിലിപ്പ് ലേഖനത്തിൽ കാണാൻ കഴിയും. എത്ര സമർപ്പിതമായൊരു ജീവിതം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല, ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ ദേവദാസൻ്റെ അവസ്ഥ. മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ പെരുകുമ്പോഴും തൻ്റെ സന്തോഷത്തിന് യാതൊരു കുറവുമില്ല. ഇതാണ് ഈ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വിലപ്പെട്ട ഒരു അവസ്ഥ. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രാണനെ നമ്മൾ അപ്രിയമായി കാണുന്നുവെങ്കിൽ നമുക്ക് ഏതൊരവസ്ഥയിലും മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കാര്യം, നമുക്ക് കഷ്ടങ്ങൾ വരുന്നത് എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസവും റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യത്തിൽ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞ്, കഷ്ടങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനം കൊണ്ടുവരുന്നത്. 5-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. നോക്കണം, ഓരോ വിശുദ്ധനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയമുള്ളവരെ ഈ ഇടുക്ക് വാതിലൂടെ കടന്നു കഴിയുമ്പോൾ ആ വഴി ഞെരുക്കമുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അവിടെ അനേക നിലയിലുള്ള കഷ്ടങ്ങൾ സഹിക്കണം. ജനങ്ങൾ കഷ്ടങ്ങളെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ കഷ്ടങ്ങൾ ഒഴിവാക്കി വിശാലമായ പാതയിലേക്ക് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വലിയ നഷ്ടമായിരിക്കും. ഈ വിളിക്കപ്പെട്ട് കർത്താവിലായിത്തീർന്ന ശേഷവും ലോകത്തിന് പിന്നാലെയും ധനത്തിന് പിന്നാലെയൊക്കെ പോകുന്നവരുടെ അവസ്ഥ എന്താ? ധനവാനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ, ധനത്തിൽ ആശ്രയിച്ച ധനവാനെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 19-ന്റെ 24. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുള്ളിൽ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കേട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അവർ വിസ്മയിച്ചു പോയി. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കണേ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ധനത്തിന് പിന്നാലെ പോകുന്നവർക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയില്ല. അതവർക്ക് അസാധ്യമെന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ലോകസുഖങ്ങളിലേക്കും ലോകത്തിൻ്റെ ധനത്തിലേക്കും, നമുക്കറിയാം ഈ ധനമെന്നുള്ളത് ഒരു യജമാനാണെന്നും ആ യജമാനെ സേവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നും നമുക്കറിയാം. മത്തായി 6:24. അപ്പോൾ
നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ എന്തെങ്കിലും ലോകത്തിൻ്റെതായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഇടുക്കുവാതിലും ഇടുക്ക് വഴിയും നമ്മൾ തള്ളിക്കളഞ്ഞാൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്നത് നിത്യതയിൽ വരുന്ന വലിയ നഷ്ടമാണ്. അപ്പം പിശാചിൻ്റെ ലക്ഷ്യം എപ്പോഴും നമ്മൾ പ്രതിഫലം പ്രാപിക്കുവാൻ നമുക്ക് കഴിയാതെ നമ്മൾ പരാജിതരായി ലജ്ജിതരായി തീരണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചിരിക്കുന്ന ആ പാതയെ പിൻപറ്റാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇന്ന് ജീവിക്കുന്നത് ആ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെയാണോ? തന്നെത്താൻ ത്യജിക്കാതെ ആ പാതയിലൂടെ പോകാൻ കഴിയില്ല. നമ്മുടെ പ്രാണനെ അപ്രിയമായി കാണാതെ നമുക്ക് ഈ പാതയിൽ മുന്നേറുവാൻ കഴിയില്ല. നമ്മൾ ഈ പ്രാണനെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അന്ന് കർത്താവിനോട് പലരുമെന്ന് പറയും. എന്താണെന്നറിയാവോ? നമ്മൾ അതേ കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രത്യേകം എടുത്ത് വായിക്കുന്നുണ്ട്. ലൂക്കോസ് അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യം ഞാൻ വായിക്കാം. കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവരോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും കഴിയുകയില്ലതാനും. കണ്ടോ, പലരും കടപ്പാൻ നോക്കും കഴിയുകയില്ലതാനും. അപ്പം ഈ 1000 ആണ്ട് വാഴ്ചയിലേക്കുള്ള പ്രവേശനത്തിന് അനേകർക്കും താല്പര്യമുണ്ടാവും, കഴിയത്തില്ല. അതിനൊരു കാരണം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവർ പറയുന്നതിനെ അറിയാമോ? 26-ൽ അദ്ദേഹം നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. കണ്ടോ, എന്ന് പറയാം, കർത്താവേ, ഞങ്ങളെല്ലാ ആഴ്ചയിലും വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും കർത്തൃമേശയിൽ സംബന്ധിക്കുകയും ചെയ്തതാണല്ലോ. ഞാൻ നിങ്ങളുടെ കർത്താവെ നിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. ഇതെല്ലാം ഞങ്ങൾ ചെയ്തതല്ലേ കർത്താവേ എന്നാണ് ഒരുപാട് പേര് പറയും. നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയും ആ വാതിലും അവർ ഉപേക്ഷിച്ചു. വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്ത് അവർ എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ എടുത്ത് പാട്ടും പാടി നൃത്തവും ചെയ്ത് ആഘോഷമായി പോയവരാണ്. പക്ഷേ അവർക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ പ്രാണനെ അവർക്ക് അപ്രിയമായി കാണുവാൻ കഴിയാഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നത് എത്ര വലിയൊരു നഷ്ടമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ 32-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താ? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള ആട്ടിൻകൂട്ടമാണ്? ചെറിയ ആട്ടിൻകൂട്ടം. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ യഥാർത്ഥമായിട്ട് ഇത് കണ്ടെത്തുന്നവർ ചുരുക്കം, ചെറിയ കൂട്ടം. ഈ ചെറിയ കൂട്ടം മാത്രമായിരിക്കും അന്ന് യഥാർത്ഥമായിട്ടും ഈ പ്രാണനെപ്പോലും അപ്രിയമായി കണ്ടുകൊണ്ട് കർത്താവിന് കർത്തൃത്വം കൊടുത്ത് കർത്താവിന് ജീവിക്കുന്നവർ, കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ സുഗന്ധം പരത്തി കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗമുള്ളവരായി ഈ തലമുറയിൽ ജീവിക്കുന്നവർ വളരെ ചുരുക്കം പേരായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം ഇന്ന് നമ്മളുടെ ജീവിതം എപ്രകാരമുണ്ട്? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടങ്ങളും നിന്ദകളും വഴികളും ദൂഷികളും ഒക്കെ സഹിച്ചും കേട്ടും അതിലൂടെ എല്ലാം പോകുമ്പോൾ നമ്മൾ ദുഃഖിതരാണോ? നമ്മൾ ഈ പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഈ ഇടുക്കവും ഞെരുക്കമുള്ള പാത വിട്ട് ഈ വിശാല വഴിയിലേക്ക് അങ്ങനെ തിരിഞ്ഞോ? നമ്മുടെ സൗകര്യാർത്ഥം, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടായ്മയ്ക്ക് പോകും, എനിക്ക് അവസരം ലഭിച്ചാൽ ഞാൻ ആരെങ്കിലും സംബന്ധിക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാവമാണോ? നമ്മളെ തന്നെ പരിശോധിക്കണം ദൈവമക്കളെ. കർത്താവ് പറയുകയാണ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. വിശാല വഴിയിലേക്ക് പോകുന്നവർ അനേകർ, എന്നാൽ ജീവന്റെ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം. ഇന്ന് യഥാർത്ഥമായിട്ടും ഈ ജീവന്റെ പാതയെ കണ്ടെത്തി ഓരോ ദിവസവും ഈ ജീവന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? സന്തോഷത്തോടെ
കർത്താവിൽ യഥാർത്ഥമായ ആശ ലഭിച്ചിരിക്കുന്നവർ കഷ്ടങ്ങളിൽ അവരുടെ ധൈര്യം വർദ്ധിച്ചുകൊണ്ട് ഓരോ ദിവസവും വിശ്വാസത്തിൽ വളർന്ന് സിദ്ധതയിലേക്ക് വളർന്ന് ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നവരായി ഈ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെ ഈ മാർഗത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ച. ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നിത്യതയോടും രാജാക്കന്മാരായി നാം കർത്താവിനോട് ഭരിക്കാനിടയാവും. വിലപ്പെട്ട കാര്യമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഈ വിശാല വഴിയിലൂടെ രക്ഷിക്കപ്പെട്ടിട്ടും കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയാതെ അല്ല തിരിച്ചറിഞ്ഞിട്ടും അതിനെ അവഗണിച്ച് അവരുടെ പ്രാണൻ്റെ സുഖത്തിന് വേണ്ടി അവർ ഈ ലോകത്തിൽ പ്രാണനെ നേടുവാൻ നിത്യതയ്ക്ക് വേണ്ടി പ്രാണനെ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ശരിയായ നിലയിലുള്ള കാഴ്ചപ്പാട് ആവശ്യമാണ് പ്രിയമുള്ളവരെ. ഇന്ന് അനേകരും ഈ കാര്യത്തെക്കുറിച്ച് അത്ര ഗഹനമായിട്ട് ചിന്തിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ നിങ്ങൾ യത്നിക്കണം, നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. അപ്പം ദൈവം നമുക്ക് മുൻപിൽ ഈ പാത ഒരുക്കി വെച്ചിരിക്കുക. കർത്താവ് നമ്മളെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, യിരെമ്യാ 21:8 വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ ജീവൻ്റെ വഴിയും നാശത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഈ 2 വഴിയും എല്ലാവർക്കും മുമ്പിൽ ദൈവം വെച്ചിരിക്കുക. തിരഞ്ഞെടുപ്പിനുള്ള സാവകാശം നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുക. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഭാവിയോട് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാരുടെ ബന്ധത്തിലാണ്. നമ്മൾ ഇന്ന് ഈ വിശാല വഴിയെയാണോ തിരഞ്ഞെടുക്കുന്നത്, അതോ നമ്മൾ ഇടുക്കമുള്ള വഴിയാണോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. അപ്പോൾ നമ്മൾ 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അതാ ദൈവം ജീവൻ്റെ വഴി നമുക്ക് കാണിച്ചതില്ലേ? ഇന്നെന്താ ജീവൻ്റെ വഴി? കർത്താവ് പറഞ്ഞില്ലേ, യോഹന്നാൻ 14:6, ഞാൻ തന്നെ ആ വഴിയാകുന്നു. കർത്താവല്ലേ ആ വഴി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവാകുന്ന വഴിയല്ലാതെ മറ്റൊരു വഴി നാം തിരഞ്ഞെടുക്കരുതേ. കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃകയല്ലാതെ മറ്റൊരു മാതൃകയിലേക്ക് നാം പോകരുതേ. അങ്ങനെ പോയാൽ നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടങ്ങൾ വരും. രക്ഷിക്കപ്പെട്ടത് കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇനിയും നമുക്ക് ലഭിക്കേണ്ട അനേക കാര്യങ്ങളിൽ നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, നമ്മുടേതായിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം നമുക്ക് ആലോചന തരുന്നുണ്ട്. എന്നാൽ നമ്മൾ ആലോചന വിട്ടുകളഞ്ഞാൽ നമുക്ക് തീരെ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വായിച്ചില്ലേ, നമ്മൾ ലൂക്കോസ് 12:32 ചെറിയ ആട്ടിൻകൂട്ടം കണ്ടെത്തുന്നവർ ചുരുക്കം. അപ്പോൾ ആ ചുരുക്കം പേരിൽ ആ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ലോകമോഹങ്ങളിൽപ്പെട്ട് ലോകത്തിൻ്റെ ആ വശീകരണ ശക്തിയിൽപ്പെട്ട് നിത്യതയുടെ ആ പ്രതിഫലങ്ങളെ നമ്മൾ നഷ്ടമാക്കാതെ നമ്മുടെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി എപ്പോഴും ഹൃദയത്തിൽ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് ആ ഹിതത്തിനുള്ളിൽ നിന്നാൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മൾ വരും യുഗത്തിൽ കർത്താവിനോട് കൂടെ 1000 ആണ്ട് ഭരണത്തിൽ കർത്താവിനോട് കൂടെ വാഴുവാൻ ഇടയായിത്തീരും. അങ്ങനെ കർത്താവിനോടുകൂടെ വാഴുന്നവരായി ഈ വാഴ്ച പിന്നെ 1000 ആണ്ട് മാത്രമല്ല, നിത്യത്തിലെ രാജാവായിരിക്കുമെന്ന് വെളിപ്പാട് 22:5 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അങ്ങനെ എന്നേക്കും രാജാക്കന്മാരായിരിക്കുന്ന അനുഭവത്തിലും കർത്താവിനോട് വാഴുവാനുള്ള അനുഭവം നമ്മൾ ഈ ചെറിയ ആയുസ്സിൽ നമ്മുടേതായിരിക്കുന്ന പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നഷ്ടമാക്കല്. ആ സുഖങ്ങൾക്ക് പിന്നാലെ, ഈ മായയുടെ പിന്നാലെ പോയി നമ്മൾ വഞ്ചിക്കപ്പെടരുത്. വഞ്ചകനാൽ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ കർത്താവ് നമുക്ക് തന്ന ആ ജീവൻ്റെ പാത, ഇടുക്കവും ഞെരുക്കവുമുള്ള ആ പാതയെ പിൻപറ്റി നിത്യയുടെ തുറമുഖത്തെത്തുവാൻ കർത്താവ് ഈ വചനം കേട്ട എല്ലാവർക്കും അതിനെ സഹായിക്കട്ടെ. ജയാളികളായി തീരാം. നിത്യതയിൽ കർത്താവിനോട് സന്തോഷിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്നും എന്നേക്കും കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.